കോട്ടയത്തെ ആകാശപാതയുടെ നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ. ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അവിടെ ചെയ്തത്. ആകാശപാതയിൽ സർക്കാർ പണം ദുർവ്യയം ചെയ്തെന്ന് മന്ത്രി ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞു. ആകാശപാത പൊളിച്ചു മാറ്റേണ്ടി വരും. മുഖ്യമന്ത്രി വേണമെങ്കിൽ പരിശോധിക്കട്ടെ. മുഖ്യമന്ത്രി പരിശോധിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. ആകാശപാതയുടെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ആവശ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ആദ്യഘട്ടത്തിൽ 5 കോടി രൂപ നിശ്ചയിച്ച പദ്ധതിക്ക് ഇപ്പോൾ 17.82 കോടിയിലേറെ രൂപ വേണ്ടിവരും. സ്ഥലം ഏറ്റെടുക്കേണ്ടി വന്നാൽ അതിലും കൂടുതൽ പണം വേണ്ടിവരും. മാത്രമല്ല, പാതയുടെ നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകേണ്ടവർ സ്ഥലം വിട്ടു നൽകുകയുമില്ല. ഇത്രയും പണം മുടക്കി ആകാശപാത നിർമ്മിച്ചാൽ ഭാവിയിൽ കോട്ടയത്തിന്റെ തുടർ വികസനവുമായി ബന്ധപ്പെട്ട് അത് പൊളിച്ചു നീക്കേണ്ട അവസ്ഥ ഉണ്ടാവും. ഈ സാഹചര്യത്തിൽ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും ഇത് ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിയായിരുന്നെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു. എറണാകുളത്ത് ബിനാലയ്ക്ക് വന്ന ഏതോ കലാകാരൻ സ്ഥലത്തെ MLA-യോടുള്ള ബന്ധം കൊണ്ടുണ്ടാക്കിയ ശില്പമാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. മന്ത്രിയായി ചുമതലയേറ്റ ശേഷമാണ് അതൊരു ആകാശപാതയാണെന്ന് മനസ്സിലാക്കിയത്. പദ്ധതിക്ക് സ്വകാര്യ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരില്ലെന്നാണ് അന്നത്തെ കളക്ടർ റിപ്പോർട്ട് നൽകിയത്. സൗജന്യമായി ഭൂമി വിട്ടു നൽകുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർ സ്ഥലം വിട്ടു നൽകാൻ വിസമ്മതിക്കുന്നുണ്ട്. മാത്രമല്ല, സ്ഥലം ഏറ്റെടുക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപ നൽകുകയും വേണം. ഇത്രയും പണം കൊടുത്ത് സ്ഥലം ഏറ്റെടുക്കാൻ റോഡ് സേഫ്റ്റി അതോറിറ്റിക്ക് അധികാരവുമില്ല, മന്ത്രി കൂട്ടിച്ചേർത്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരിശോധിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഏത് നിമിഷവും ഇന്ന് തന്നെ മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ അത് എത്തിക്കും. അദ്ദേഹം ഒന്ന് പരിശോധിച്ചാൽ ഇതിന്റെ കൂടുതൽ അപകടം ഞാൻ പറഞ്ഞതിന്റെ സത്യം മനസ്സിലാകും. 1.25 കോടിക്കൊന്നും തീരില്ല. 17 കോടി 86 ലക്ഷം രൂപ ചെലവഴിക്കണം. പിന്നെ സ്ട്രെങ്തൻ ചെയ്യണം, സ്ഥലം അക്യൂർ. അങ്ങ് പറഞ്ഞു സ്ഥലം അക്യൂർ ചെയ്യണമെങ്കിൽ വിദ്യാർത്ഥി മിത്രം. അപ്പോൾ കോട്ടയത്തിന് അടുത്തടുത്തൊരു വികസനം വരാൻ പോകുന്നില്ല. PT ചാക്കോയുടെ പ്രതിമയുടെ MG രാമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത PT ചാക്കോയുടെ പ്രതിമയുടെ പുറത്തായിരിക്കും പൊട്ടി വീഴാൻ പോകുന്നത്. ഇതൊക്കെ അറിഞ്ഞാത്തോടല്ല. കോട്ടയം നഗരത്തിൽ വികസനം വന്നാൽ വിദ്യാർത്ഥി മിത്രം പൊളിക്കേണ്ടി വരും, മുനിസിപ്പാലിറ്റി സ്ഥലം കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതവിടെ നിൽക്കും എന്നങ്ങ് പറയുന്നത് ശരിയല്ല. വേണ്ടി വന്നാൽ അത് വികസനം വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ആകാശപാതയുടെ നിലവിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ബലം പരിശോധിക്കാൻ ഹൈക്കോടതിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോട്ടയം വഴി കടന്നു പോകുന്ന ഏതൊരാൾക്കും തലവേദനയായി മാറുന്ന ഈ കമ്പിവേലി എത്രയും വേഗം പൊളിച്ചു മാറ്റണമെന്നാണ് കോട്ടയംകാരുടെ ആവശ്യവും. CN രമ്യ, LA ന്യൂസ്.